1-2 ക്ലാസ്സുകളിൽ നമ്മൾ ഫീഡിംഗ് ഓഫ് പൗൾട്രി ബേർഡ്സിനെ കുറിച്ച് പഠിച്ചു. ഇതിൽ ന്യൂട്രിയൻസിൻ്റെ റോളിനെ കുറിച്ചും ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് തീറ്റയിൽ ഉൾപ്പെടുത്താമെന്നും ഫീഡ് അഡിറ്റീവ്സ്, സപ്ലിമെൻറ്റ്സ് എന്നിവ എന്താണ് എന്നും പഠിച്ചു. ഏതൊക്കെ തരത്തിൽ തീറ്റ ലഭ്യമാണ് എന്നും നമ്മൾ പഠിച്ചു. മാഷ് ഫീഡ്, പെല്ലറ്റ് ഫീഡ്, ക്രംബിൾ ഫീഡ് ഇവയൊക്കെ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ലേണിംഗ് ഔട്ട്കം ആയ ഡിസ്ക്രൈബ് ദ പ്രൊസീജിയർ ഫോർ പ്രൊക്യൂർമെൻറ്റ് ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് ഓഫ് പൗൾട്രി ഫീഡിൻ്റെ ആദ്യത്തെ ചില സെഷനുകളാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ സെഷനായ ഇൻഗ്രീഡിയൻസ് യൂസ്ഡ് ഫോർ ഫീഡ് പ്രൊഡക്ഷൻ നോക്കാം. ഏതൊക്കെ ഫീഡ് ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഇവിടെ മറ്റു ചില പോർഷൻസ് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ 1-2 ടേംസ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്ന്, ക്രൂഡ് പ്രോട്ടീൻ. ഇതിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്ന് ട്രൂ പ്രോട്ടീനും 2 നോൺ പ്രോട്ടീൻ നൈട്രോജീനസ് കോമ്പൗണ്ട്സും, അതായത് പ്രോട്ടീൻ ഇതര നൈട്രോജീനസ് കോമ്പൗണ്ട്സും. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ വെജിറ്റബിൾ പ്രോട്ടീൻ, അനിമൽ പ്രോട്ടീൻ ഒക്കെ പഠിച്ചു. നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ എപ്പോഴും ട്രൂ പ്രോട്ടീനും ഉണ്ടാവും, NPN സബ്സ്റ്റൻസസും ഉണ്ടാവും. ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ടിൽ 16% നൈട്രജൻ അടങ്ങിയിട്ടുണ്ടോ ആ കോമ്പൗണ്ടിനെ നമ്മൾ ട്രൂ പ്രോട്ടീൻ എന്ന് പറയും. എന്നാൽ നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ നമുക്ക് ട്രൂ പ്രോട്ടീനെ വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. കാരണം കൊടുക്കുന്ന തീറ്റയിൽ അമോണിയ, അമൈഡ്സ്, അമൈൻസ്, അമിനോ ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും. അതായത് നൈട്രജൻ അടങ്ങിയിട്ടുള്ള മറ്റ് പല ഘടകങ്ങളും നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം നമുക്ക് ട്രൂ പ്രോട്ടീൻ കണ്ടുപിടിക്കാൻ കഴിയില്ല. അവിടെ നമുക്ക് നൈട്രജൻ്റെ പെർസെൻറ്റേജ് മാത്രമേ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ജെൽഡാൾസ് മെത്തേഡ് എന്നാണ് പറയുന്നത്. കിട്ടുന്ന നൈട്രജൻ പെർസെൻറ്റേജിനെ ഒരു കറക്ഷൻ ഫാക്ടറായ 6.25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ ക്രൂഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്രൂഡ് പ്രോട്ടീനകത്ത് ട്രൂ പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്, NPN സബ്സ്റ്റൻസസും അടങ്ങിയിട്ടുണ്ട്. ക്രൂഡ് പ്രോട്ടീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നൈട്രജൻ പെർസെൻറ്റേജിനെ ആണ്. കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റയിൽ എത്ര ശതമാനം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് എന്നതിനെയാണ് ക്രൂഡ് പ്രോട്ടീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് നൈട്രജൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ പ്രോട്ടീനിൽ 16% നൈട്രജൻ അടങ്ങിയിട്ടുണ്ടാവും എന്ന കണക്ക് വെച്ച് ആണ് ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. രണ്ടാമത്തെ ടേം മെറ്റബോളൈസബിൾ എനർജി. കൊടുക്കുന്ന തീറ്റയിലെ മുഴുവൻ ഊർജവും മാംസ്യവും ഒന്നും ശരീരത്തിലേക്ക് അതേപോലെ തന്നെ ആഗിരണം ചെയ്യപ്പെടാറില്ല. മെറ്റബോളിസത്തിന് ശേഷം കുറച്ച് ഊർജം മെറ്റബോളിസത്തിൻ്റെ ബൈ പ്രോഡക്ട്സ് ആയ ഗേഷ്യസ് എക്സ്ചേഞ്ചിലൂടെ നഷ്ടമാകും. കുറച്ച് ഊർജം കാഷ്ടത്തിലൂടെയും യൂറിനിലൂടെയും നഷ്ടമാകും. ഈ നഷ്ടമാകുന്ന ഊർജം, അതായത് കാഷ്ടത്തിലൂടെയും യൂറിനിലൂടെയും ഗേഷ്യസ് പ്രോഡക്ട്സിലൂടെയും നഷ്ടമാകുന്ന ഊർജത്തിനെ കൊടുക്കുന്ന തീറ്റയിലെ ഗ്രോസ് എനർജി, അതായത് മുഴുവൻ ഊർജത്തിൽ നിന്ന് കുറയ്ക്കുകയാണെങ്കിൽ ആ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ മെറ്റബോളൈസബിൾ എനർജി എന്ന് പറയുന്നു. അടുത്ത ടേം ബാലൻസ്ഡ് റേഷൻ. എന്താണ് സമീകൃത തീറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കോഴിയുടെ വളർച്ചയ്ക്കും ഉൽപാദനത്തിനും ആവശ്യമായ എല്ലാ പോഷകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയ തീറ്റ നൽകുന്നതിനെയാണ് ബാലൻസ്ഡ് റേഷൻ എന്ന് പറയുന്നത്. A ration which supply different nutrients in right proportions
according to the requirements for maintenance and various productive functions is called balanced ration. ഒരു കോഴിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പദങ്ങളാണ് നേരത്തെ പറഞ്ഞത്. ക്രൂഡ് പ്രോട്ടീൻ എന്താണ്, മെറ്റബോളിസബിൾ എനർജി എന്താണ് എന്നത്. നമ്മൾ എങ്ങനെയെങ്കിലും ഒരു തീറ്റ നിർമ്മിച്ചാൽ പോരാ, കോഴികളുടെ വളർച്ചാ ഘട്ടം അനുസരിച്ച് അവയ്ക്ക് ആവശ്യമായ ക്രൂഡ് പ്രോട്ടീനും മെറ്റബോളിസബിൾ എനർജിയും അടങ്ങിയ തീറ്റയായിരിക്കണം ഉൽപ്പാദിപ്പിക്കേണ്ടത്. അതിന് ഓരോ ഫീഡ് ഇൻഗ്രീഡിയൻസിലും എത്ര ക്രൂഡ് പ്രോട്ടീൻ, എത്ര മെറ്റബോളിസബിൾ എനർജി അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. ആ തീറ്റയിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ട് എന്നും അത് ഏതിലൊക്കെ ഡെഫിഷ്യൻ്റ് ആണ് എന്നും അറിയണം. ഏതെങ്കിലും 1-2 ഫീഡ് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് നമുക്ക് തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. എനർജി, പ്രോട്ടീൻ, മിനറൽസ്, വൈറ്റമിൻസ് എല്ലാം അടങ്ങിയ ഒരു തീറ്റയായിരിക്കണം ഉൽപ്പാദിപ്പിക്കേണ്ടത്. അപ്പോൾ ഓരോ ഫീഡ് ഇൻഗ്രീഡിയൻസും എത്രത്തോളം ഉൾപ്പെടുത്താം എന്നതും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനെയാണ് ഇൻക്ലൂഷൻ ലെവൽ എന്ന് പറയുന്നത്. ഇതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാവുന്നതാണ്. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച എല്ലാ ഫീഡ് ഇൻഗ്രീഡിയൻസും ഒന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ചുരുക്കം ചില ഫീഡ് ഇൻഗ്രീഡിയൻസിൻ്റെ ഇൻക്ലൂഷൻ ലെവലും ക്രൂഡ് പ്രോട്ടീൻ, മെറ്റബോളിസബിൾ എനർജി ലെവലുമാണ് ഇവിടെ പറയുന്നത്. ആദ്യം മെയ്സ്. ഒരു തീറ്റയുടെ 60% വരെ മെയ്സ്, ചോളം ഉൾപ്പെടുത്താവുന്നതാണ്. അതിലടങ്ങിയിട്ടുള്ള ക്രൂഡ് പ്രോട്ടീൻ 9% ആണ്. മെറ്റബോളിസബിൾ എനർജി 3370 ആണ്. സ്വർഗം 40% വരെ ഉൾപ്പെടുത്താവുന്നതാണ്. ബജ്ര 40% വരെ ഇൻക്ലൂഡ് ചെയ്യാം. ഇതിൻ്റെ എല്ലാം ക്രൂഡ് പ്രോട്ടീനും മെറ്റബോളിസബിൾ എനർജിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ ഫീഡ് മെറ്റീരിയലിനനുസരിച്ച് വരാവുന്നതാണ്. ബ്രോക്കൺ റൈസ് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് എങ്കിൽ 30% വരെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. വീറ്റ് 50% വരെ ഉൾപ്പെടുത്താം. റൈസ് ബ്രാൻ 20% വരെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ക്രൂഡ് പ്രോട്ടീൻ 14%, എനർജി 2890 കിലോ കാലറീസ് പെർ കിലോഗ്രാമും ആണ്. ക്രൂഡ് പ്രോട്ടീൻ നമ്മൾ പെർസെൻറ്റേജിലും മെറ്റബോളിസബിൾ എനർജി കിലോ കാലറീസ് പെർ കിലോഗ്രാം ഫീഡിലും ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് 1 കിലോഗ്രാമിൽ എത്ര കിലോ കാലറീസ് ഉണ്ട് എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ 15% വരെ ഉൾപ്പെടുത്താവുന്നതാണ്. സൺഫ്ലവർ ഓയിലിൻ്റെ കേക്ക്. ഗ്രൗണ്ട്നട്ട് ഓയിൽ കേക്കാണെങ്കിൽ 20% വരെ ഇൻക്ലൂഡ് ചെയ്യാം. നമുക്കറിയാം അതൊരു പ്രോട്ടീൻ സോഴ്സാണ്. അതിൽ ക്രൂഡ് പ്രോട്ടീൻ 45% ഉണ്ട്. സോയാബീൻ മീൽ 40%, 40% വരെ ഇൻക്ലൂഡ് ചെയ്യാം. ഫിഷ് മീൽ 10 മുതൽ 15% വരെ ഇൻക്ലൂഡ് ചെയ്യാം. മൊളാസസ്, അതായത് കെയിൻ ഷുഗർ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന ബൈ പ്രോഡക്റ്റായ മൊളാസസ് 5 മുതൽ 10% വരെ ഉൾപ്പെടുത്താം. ഏതൊരു ഡയറ്റിലും മിനറൽ മിക്സ്ചർ 2 മുതൽ 3% ഉണ്ടായിരിക്കണം. വെജിറ്റബിൾ ഓയിൽ 5% താഴെ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ സെഷനായ പ്രൊക്യൂർമെൻറ്റ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫീഡ് ഇൻഗ്രീഡിയൻ്റ് ആൻഡ് ഫീഡ് എന്ന ടോപ്പിക്കിലേക്ക് പോകാം. ഒരു ഫാമിൽ വേണമെങ്കിൽ തീറ്റ ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. അല്ല എങ്കിൽ ഫീഡായിട്ട് തന്നെ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഫീഡ് ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും വാങ്ങുന്ന ഫീഡാണെങ്കിലും, അതായത് തീറ്റയായിട്ട് തന്നെ വാങ്ങുകയാണെങ്കിലും അവ സൂക്ഷിച്ചു വയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇവിടെ ഒരു തീറ്റ ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ റോ മെറ്റീരിയൽസിൻ്റെ ഒരു
ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്. ഇച്ചിരി മീഡിയം സൈസ്ഡ് പാർട്ടിക്കിൾസ് ആയ കോഴ്സ് ഗ്രെയിൻസ് 48% വരെ തീറ്റയിൽ ഉപയോഗിക്കുന്നു. കോഴ്സ് ഗ്രെയിൻസ് എന്ന് പറയുന്നത് ചോളമാകാം, അരിയാകാം, മണിച്ചോളമാകാം, ഗോതമ്പാകാം നമ്മൾ ഉപയോഗിക്കുന്നത്. സീരിയൽ ബൈ പ്രോഡക്ട്സ് ഉപയോഗിക്കാം. 18% വരെ ഉപയോഗിക്കാവുന്നതാണ്. സീരിയൽ ബൈ പ്രോഡക്ട്സിന് എക്സാമ്പിൾസ് പറയുന്നു. റൈസ് പോളിഷ് ഉപയോഗിക്കാം, അതായത് തവിട് ഉപയോഗിക്കാം, ഉമി ഉപയോഗിക്കാം, റൈസ് ബ്രാൻ ഉപയോഗിക്കാം, ഗോതമ്പിൻ്റെ ബ്രാൻ ഉപയോഗിക്കാം, വീറ്റ് ബ്രാൻ ഉപയോഗിക്കാം, മൊളാസസ്, കെയിൻ ഷുഗർ ഇൻഡസ്ട്രിയുടെ ബൈ പ്രോഡക്റ്റായ മൊളാസസ് ഉപയോഗിക്കാം, മെയ്സ് ബ്രാൻ ഉപയോഗിക്കാം. വെജിറ്റബിൾ പ്രോട്ടീൻസ് 20% ഉപയോഗിക്കാം. അതിന് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. സോയാബീൻ മീൽ, സൺഫ്ലവർ മീൽ, കോട്ടൺ സീഡ് മീൽ, പരുത്തിക്കുരു പിണ്ണാക്ക്, സെസാം മീൽ, എള്ളിൻ പിണ്ണാക്ക്, ഗ്രൗണ്ട്നട്ട് കേക്ക്, കടലപ്പിണ്ണാക്ക്, കോക്കനട്ട് കേക്ക്, തേങ്ങാപ്പിണ്ണാക്ക്, ഇവയെല്ലാം വെജിറ്റബിൾ പ്രോട്ടീൻസിന് ഉദാഹരണങ്ങളാണ്. അനിമൽ പ്രോട്ടീൻസ് 7% ഉപയോഗിക്കാം. ഫിഷ് മീൽ, മീറ്റ് മീൽ, പൗൾട്രി ബൈ പ്രോഡക്റ്റ് മീൽ, അതായത് ഫെദർ മീൽ, മറ്റ് ഉപഉൽപ്പന്നങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്. അതർ മെറ്റീരിയൽസ് ആയിട്ട് 5% ഉപയോഗിക്കാം. അതായത് നമ്മുടെ വൈറ്റമിൻ, മിനറൽ സപ്ലിമെൻറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. ഡൈകാൽഷ്യം ഫോസ്ഫേറ്റ്, ലൈംസ്റ്റോൺ, ബോൺ മീലൊക്കെ ഉദാഹരണങ്ങളാണ്. മൈക്രോ ഇൻഗ്രീഡിയൻസ് ആയ വൈറ്റമിൻസ്, ഫീഡ് അഡിറ്റീവ്സ്, കോക്സിഡിയോസ്റ്റേറ്റ്സ്, മിനറൽസ്, അമിനോ ആസിഡ്സ് ഒക്കെ ചേർന്ന് 2% ഉപയോഗിക്കേണ്ടതാണ്. ഇതൊരു ഉദാഹരണമാണ്. ഒരു 100 കിലോഗ്രാം തീറ്റ ഉൽപ്പാദിപ്പിക്കുന്നെങ്കിൽ തീരെ ചെറിയ പാർട്ടിക്കിൾസ് അല്ലാത്ത മീഡിയം പാർട്ടിക്കിൾ സൈസായ കോഴ്സ് ഗ്രെയിൻസ് ഉണ്ടാവണം. അതായത് എനർജി സോഴ്സ് ഉണ്ടാവണം, പ്രോട്ടീൻ സോഴ്സ് ഉണ്ടാവണം, മിനറൽ വൈറ്റമിൻ സോഴ്സസും ഉണ്ടാവണം. അതാണ് ഇവിടെ നമ്മൾ ഒരു ചാർട്ട് രൂപത്തിൽ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. സാധാരണ എല്ലാ ഫാമുകളിലും ഒന്നുകിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച തീറ്റ വാങ്ങി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഫീഡ് മില്ലുകളിൽ തന്നെ തീറ്റ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തീറ്റ ഉൽപ്പാദിപ്പിക്കുന്നവർ ഒന്നുകിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയോ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് തീറ്റ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയോ ആയിരിക്കും ചെയ്യുക. എന്തുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഇറക്കുമതി ചെയ്യുന്നതിൽ താല്പര്യം കാണിക്കുന്നത് എന്ന് വെച്ചാൽ, തദ്ദേശീയമായ ലഭ്യമായ റോ മെറ്റീരിയൽസിനെ ആശ്രയിച്ച് തീറ്റ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ചെലവ് കൂടുതലായി വരുന്നു. കാലാവസ്ഥാ വ്യതിയാനവും മറ്റു പ്രശ്നങ്ങളും കാരണം ചിലപ്പോൾ അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്നും വരും. ആവശ്യത്തിനുള്ള സപ്ലൈ ലഭ്യമല്ലാതിരിക്കുകയും കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറയുകയും ചെയ്യുന്നത് കാരണം ഇറക്കുമതി ചെയ്യുന്ന തീറ്റ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നു. ഇവിടെ ഫീഡ് ഇൻഗ്രീഡിയൻസിനെ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നു. പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ തീറ്റ സ്റ്റോർ ചെയ്യാറുണ്ട്. അത് കർഷകൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് സ്റ്റോർ ചെയ്യുന്നതാവാം, അതായത് പ്രൊഡ്യൂസേഴ്സിൻ്റെ ലെവലിൽ, അല്ലെങ്കിൽ ഉൽപ്പാദകർക്ക് സ്റ്റോറേജ് ഫെസിലിറ്റി ആവശ്യമായി വരുന്നു, അല്ലെങ്കിൽ ഈ ഉൽപ്പാദകരിൽ നിന്ന് ഇടനിലക്കാരോ മറ്റു കച്ചവടക്കാരോ വാങ്ങി അവർക്ക് സൂക്ഷിക്കേണ്ടി വരുന്നു, സ്റ്റോർ ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ കർഷകൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ഗവൺമെൻറ്റോ മറ്റ് സർക്കാർ ഏജൻസികളോ സർക്കാർ ഇതര ഏജൻസികളോ വാങ്ങുകയും അവ സൂക്ഷിക്കേണ്ടതായി വരുന്നു. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇറക്കുമതി ചെയ്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ തീറ്റ ഉൽപ്പാദക ഫാക്ടറികളിൽ ഈ ഫീഡ് ഇൻഗ്രീഡിയൻസ് സൂക്ഷിക്കേണ്ടി വരുന്നു. ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം തീറ്റ പല ആവശ്യങ്ങൾക്കായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിലും അതിൻ്റെ ലക്ഷ്യം ഒന്നാണ്, ആ തീറ്റ ഉൽപ്പന്നത്തിൻ്റെ
മൂല്യം സംരക്ഷിക്കുക, അതിൻ്റെ ഉപയോഗക്ഷമത കാത്തുസൂക്ഷിക്കുക. ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രിസർവ് ദ വാല്യൂ ആൻഡ് ടു പ്രിസർവ് ദ യൂട്ടിലിറ്റി ഓഫ് ദ ഫീഡ് ഇൻഗ്രീഡിയൻറ്റ്. ഉൽപ്പാദിപ്പിച്ച അന്ന് മുതൽ കോഴികൾക്ക് തീറ്റയായി മാറ്റി കോഴികളുടെ മുന്നിലെത്തുന്നത് വരെ അതിൻ്റെ മൂല്യവും പോഷകവും ഉപയോഗക്ഷമതയും കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് സ്റ്റോറേജ് എന്നതുകൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. സ്റ്റോറേജ് സമയത്ത് ഇതിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാം. ഫീഡ് ഇൻഗ്രീഡിയൻസിൽ ഇറ്റ് മേ പിക്കപ്പ് മോയ്സ്ചർ ഫ്രം ദ എൻവയോൺമെൻറ്റ്. അത് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന അന്തരീക്ഷത്തിലെ ഈർപ്പം അബ്സോർബ് ചെയ്യാം. ഫീഡ് ഇൻഗ്രീഡിയൻസിൻ്റെ പോഷക മൂല്യം നഷ്ടപ്പെടാം. ന്യൂട്രിയൻ ഡിസ്ട്രക്ഷൻ ഉണ്ടാവാം. ഓക്സിഡേഷൻ ഓഫ് ന്യൂട്രിയൻസ് സംഭവിക്കാം. ഇൻസെക്ട്സ് ഇൻഫെസ്റ്റ് ചെയ്യാം. അതായത് കുറച്ച് നാൾ നമ്മൾ ധാന്യങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ അതിൽ ചെറിയ ചില പ്രാണികളെ നമുക്കതിനകത്ത് കാണാൻ പറ്റും. ഫംഗൽ ഇൻഫെസ്റ്റേഷൻ ഉണ്ടാവാം. കുറേ നാൾ നമ്മൾ ഒരു മെറ്റീരിയൽ കൂട്ടിയിട്ടിരുന്നാൽ, അതായത് ധാന്യങ്ങളായാലും എന്ത് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ലൈഫ് ഉള്ള മെറ്റീരിയൽസ് നമ്മൾ കൂട്ടിയിട്ടിരുന്നാൽ അതിൽ നിന്ന് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അതും തീറ്റ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പോഷക മൂല്യം നഷ്ടപ്പെടുത്താൻ കാരണമാകും. കമ്പഷൻ ഉണ്ടാവാം. റോഡൻസ്, എലി പോലെ കരണ്ട് തിന്നുന്ന ജീവികൾ തീറ്റ നശിപ്പിക്കാം. റൈസ് ബ്രാൻ പോലുള്ളവയൊക്കെ ആണെങ്കിൽ ഉണങ്ങുകയോ അല്ലെങ്കിൽ ചൂടൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് കത്തിപ്പോകാനുള്ള, കമ്പഷൻ നടക്കാനുള്ള സാധ്യതകളും ഉണ്ട്. ശരിയായ രീതിയിൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിനായി ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. സ്റ്റോർ റൂം പൗൾട്രി ഹൗസിൽ നിന്നും മാനുവർ പിറ്റിൽ നിന്നും അകലെ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി കൺസ്ട്രക്റ്റഡ് അവേ ഫ്രം പൗൾട്രി ഹൗസസ് ആൻഡ് മാനുവർ പിറ്റ്. സ്റ്റോർ റൂം എപ്പോഴും എലികളും മറ്റു ജീവികളും കടക്കാത്ത, നനവൊന്നും തട്ടാത്ത ഏരിയയിലോ റൂമിലോ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി റാറ്റ് ആൻഡ് ഡാമ്പ് പ്രൂഫ്. വന്യജീവികളൊന്നും അല്ലെങ്കിൽ മറ്റ് പക്ഷികളൊന്നും കടക്കാത്ത റൂമായിരിക്കണം. പ്രിവെന്റ് വൈൽഡ് ബേർഡ് എൻട്രി ഇൻ ടു സ്റ്റോർ ഹൗസ്. സ്റ്റോർ റൂമിൽ നല്ല രീതിയിൽ വെളിച്ചവും കാറ്റും കിട്ടുന്ന തരത്തിലായിരിക്കണം ക്രമീകരിക്കേണ്ടത്. വെന്റിലേഷൻ ആൻഡ് ലൈറ്റ് മസ്റ്റ് ബി adequate. യൂസ് ഡിസിൻഫെക്റ്റന്റ് ടബ് അറ്റ് ദ എൻട്രൻസ്. സ്റ്റോർ ഹൗസിൻ്റെ എൻട്രൻസിൽ ഒരു അണുനശീകരണ മെക്കാനിസം അല്ലെങ്കിൽ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. പൗൾട്രി ഹൗസിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാർ സ്റ്റോർ ഹൗസിൽ എൻ്റർ ചെയ്യുന്നത് ഒഴിവാക്കണം. Prevent people working in the poultry houses from entering into the storehouses. സ്റ്റോർ റൂം എപ്പോഴും ക്ലീനായി സൂക്ഷിക്കണം. സ്റ്റോർ റൂം ഫ്യൂമിഗേറ്റ് ചെയ്യാൻ പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, ഫോർമലിനും ഉപയോഗിക്കണം. ഇൻസെക്ടിസൈഡ്സ്, മീഥൈൽ ബ്രോമൈഡ്, എത്തലീൻ ബ്രോമൈഡ്, അലുമിനിയം ഫോസ്ഫേറ്റ് പോലുള്ള ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിച്ച് ഫ്യൂമിഗേറ്റ് ചെയ്യാവുന്നതാണ്, ഇൻസെക്ട്സിനെയും അതിൻ്റെ ലാർവയും നശിപ്പിക്കുന്നതിനായി. കോപ്പർ സൾഫേറ്റോ മറ്റു അണുനശിനികളോ ഒഴിഞ്ഞ തറയിൽ ഉപയോഗിക്കാവുന്നതാണ്. ചാക്കുകൾ സൂക്ഷിക്കുമ്പോൾ അത് നേരെ കോൺക്രീറ്റ് ഫ്ലോറിൽ വയ്ക്കുന്നതിനേക്കാൾ തടിയിലോ അല്ലെങ്കിൽ ഇരുമ്പ് തടി കഷ്ണങ്ങളിലോ വയ്ക്കുന്നതായിരിക്കും നല്ലത്. മെയിൻറ്റെയിൻ ഫീഡ് സ്റ്റോർസ് ക്ലീൻ. ഫ്യൂമിഗേറ്റ് സ്റ്റോർ റൂം വിത്ത് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആൻഡ് ഫോർമലിൻ. Fumigate with insecticides like methyl bromide, ethylene bromide to kill insects and their larvae. Spray copper sulfate or any other disinfectant on empty floor inside store.
store bags of feeds or feed ingredients on wooden or iron pallet instead of keeping directly on floor. ഫീഡ് അല്ലെങ്കിൽ ഫീഡ് ഇൻഗ്രീഡിയൻസ് എത്ര കാലം നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം? ഡ്യൂറേഷൻ ഓഫ് സ്റ്റോറേജ് ഓഫ് ഫീഡ് ആൻഡ് ഫീഡ് ഇൻഗ്രീഡിയൻസ്. നമ്മൾ വാങ്ങിയ അല്ലെങ്കിൽ ആ ഫാമിലെ ഫീഡ് മില്ലിൽ ഉൽപ്പാദിപ്പിച്ച ഫീഡോ ഫീഡ് ഇൻഗ്രീഡിയൻസോ മഴക്കാലമാണ് എങ്കിൽ 1-2 ആഴ്ച സൂക്ഷിക്കാവുന്ന അളവിൽ സംഭരിക്കുന്നതായിരിക്കും നല്ലത്. വിൻ്റർ സീസണിലും സമ്മർ സീസണിലും 3 മുതൽ 4 ആഴ്ച വരെ ഇത് സൂക്ഷിക്കാവുന്നതാണ്. തറയിൽ സൂക്ഷിക്കുന്നതിനേക്കാൾ തടി പലകകളിലോ ഇരുമ്പ് പലകകളിലോ ഫീഡ് ബാഗുകൾ സൂക്ഷിക്കാവുന്നതാണ്. എപ്പോഴും പഴയ ഫീഡ് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതിനേക്കാൾ ഫ്രഷ് ആയിട്ടുള്ളവ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഫെർമെൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുളിച്ചു പോയ അല്ലെങ്കിൽ നനവുള്ള ഈർപ്പമുള്ള ഫീഡ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഫംഗൽ ഗ്രോത്തുകളോ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള ഫീഡ് ഐറ്റംസ് ഒരിക്കലും ഉപയോഗിക്കരുത്. Purchase and store feed for 1 to 2 weeks during rainy season and 3 to 4 weeks during winter and summer season. Stack feed bags on wooden pallets. Fresh feed is always better than old one. Do not use fermented, wet, damp feed under any conditions. Never use infected or caked feed. ഒരു ഫീഡ് മില്ലിൻ്റെ പ്ലാനിങ്ങിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് സ്റ്റോറേജ്. 2 തരത്തിൽ നമുക്ക് സ്റ്റോറേജിനെ കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് റോ മെറ്റീരിയൽസ്, ഫീഡ് ഇൻഗ്രീഡിയൻസിൻ്റെ റോ മെറ്റീരിയലിൻ്റെ സ്റ്റോറേജ്. 2 ഫിനിഷ്ഡ് പ്രോഡക്ട്സിൻ്റെ, അതായത് ഫീഡിൻ്റെ സ്റ്റോറേജ്. റോ മെറ്റീരിയൽസിനെ നമുക്ക് ഗ്രെയിൻസ് എന്നും ഓയിൽ കേക്ക്സ് എന്നും ലിക്വിഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ലിക്വിഡ്സിൽ മൊളാസസ്, വെജിറ്റബിൾ ഓയിൽസ്, മറ്റ് വിസ്കസ് ലിക്വിഡ്സ് ഒക്കെ വരുന്നു. ഗ്രെയിൻസിനെ നമുക്ക് സൈലോകളിൽ സ്റ്റോർ ചെയ്യാം. ഓയിൽ കേക്ക്സും റൈസ് ബ്രാനും ഒക്കെ കമ്പസ്റ്റബിൾ നേച്ചർ ആയതുകൊണ്ട് അവയെ നല്ല വായുസഞ്ചാരമുള്ള സ്ഥലങ്ങളിലായിരിക്കണം സൂക്ഷിക്കേണ്ടത്. ഓയിൽസിനെയും ലിക്വിഡ്സിനെയൊക്കെ നമുക്ക് ടാങ്കുകളിൽ സൂക്ഷിക്കാവുന്നതാണ്. അത് ഭൂമിക്ക് മുകളിലുള്ള ടാങ്കുകളിലോ ഭൂമിക്ക് അടിയിലുള്ള അണ്ടർഗ്രൗണ്ട് ടാങ്കുകളിലോ ചെയ്യാവുന്നതാണ്. മണ്ണിനടിയിൽ ചെയ്യുമ്പോൾ ഇഷ്ടികയോ ബ്രിക്കുകളോ ഉപയോഗിച്ച്, സിമൻറ്റോ മോർട്ടാറോ ഉപയോഗിച്ച് ഒരു പ്ലേസ് നിർമ്മിച്ചിട്ട് അതിൽ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇന്ത്യയിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഫീഡ് ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും ഫീഡാണെങ്കിലും ചാക്കുകളിലാണ് കൂടുതലും ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള സ്റ്റോറേജ് രീതി എന്ന് പറയുന്നത് ഗോഡൗണുകളാണ്. നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ കോഴ്സ് ഗ്രെയിൻസ് നമ്മൾ വളരെ കൂടിയ അളവിലാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ചില സീസണിലായിരിക്കും ചില മെറ്റീരിയൽസിൻ്റെ ലഭ്യത കൂടുതലുണ്ടാവുന്നത്. വിലയിലും വ്യത്യാസങ്ങളുണ്ടാവാം. ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന വില കുറവുള്ള സമയങ്ങളിൽ കൂടുതൽ ക്വാണ്ടിറ്റി ചിലപ്പോൾ സൂക്ഷിച്ചു വെക്കേണ്ടതായി വരാറുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ സൈലോ ഉപയോഗിക്കുന്നതാണ് നല്ലത്. സൈലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മണ്ണിന് മുകളിൽ ടവർ പോലെ നിർമ്മിക്കുന്നവയാണ്. ഇത് സ്റ്റീൽ കൊണ്ടോ സിമൻറ്റ് കൊണ്ടോ നിർമ്മിക്കാവുന്നതാണ്. ഏറ്റവും വേഗത്തിൽ നിർമ്മിക്കാൻ കഴിയുന്നത് സ്റ്റീൽ ഉപയോഗിച്ച് ഉള്ളവയാണ്. സൈലോയുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് കട്ടി കുറഞ്ഞ കോറുഗേറ്റഡ് സ്റ്റീൽ ഷീറ്റുകളാണ്. ഒരു കാർഡ്ബോർഡ് ബോക്സ് നോക്കുകയാണെങ്കിൽ അകത്തും പുറത്തുമുള്ള കട്ടിയുള്ള കാർഡ്ബോർഡ് കഴിഞ്ഞിട്ട് നടുക്ക് ഒരു വളഞ്ഞ് പുളഞ്ഞിരിക്കുന്ന ഒരു ലെയർ കാർഡ്ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും.
അതിന് നമ്മൾ കോർഗേറ്റഡ് കാർഡ്ബോർഡ് എന്നാണ് പറയുന്നത്. അതുപോലെ സ്റ്റീലിലും കോർഗേറ്റഡ് സ്റ്റീൽ ഷീറ്റുകളുണ്ട്. തിൻ കോർഗേറ്റഡ് ഷീറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് സ്റ്റീലിൻ്റെ ഉപയോഗവും ഇവിടെ കുറയ്ക്കാൻ പറ്റും. ഏത് കാലാവസ്ഥയും അതിജീവിക്കാൻ കഴിവുള്ള സ്റ്റീൽ സൈലോസ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഇതിൽ ഒരു ഗാൽവനൈസ്ഡ് അയൺ കോട്ടിംഗ് കൂടെ കൊടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള സൈലോകളെ നമ്മൾ ഗാൽവനൈസ്ഡ് അയൺ കോറുഗേറ്റഡ് സൈലോസ് അല്ലെങ്കിൽ GIC സൈലോസ് എന്ന് പറയുന്നു. എന്തൊക്കെയാണ് സ്റ്റീൽ സൈലോസിൻ്റെ അഡ്വാൻറ്റേജസ്? കോൺക്രീറ്റ് സൈലോയേക്കാൾ എക്കണോമിക്കലാണ്. അതായത് സാമ്പത്തികപരമായി കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് സ്റ്റീൽ സൈലോസ് നിർമ്മിക്കാം. കാരണം അതിൻ്റെ ഡിസൈനും കൺസ്ട്രക്ഷനും വളരെ ഈസിയായി ചെയ്യാവുന്നതാണ്. ഈസി ടു ഇൻസ്റ്റാൾ, പെട്ടെന്ന് തന്നെ നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. അതൊന്ന് വിൽക്കണമെങ്കിലോ സൈലോയുടെ സ്ഥലം മാറ്റണമെങ്കിലോ എളുപ്പം നമുക്ക് ചെയ്യാവുന്നതാണ്. It can resale or if necessary can change the place of silo also. ഇപ്പോൾ സ്റ്റീൽ സൈലോസിൻ്റെ അഡ്വാൻറ്റേജസ്: എക്കണോമിക്കൽ ദാൻ കോൺക്രീറ്റ് ഇൻ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ, ഈസി ടു ഇൻസ്റ്റാൾ, can resale or if necessary can change the place also. GIC സൈലോസ് ആയാലും സിമന്റ് സൈലോസ് ആയാലും അത് രണ്ട് തരത്തിലുണ്ട്: ഹോപ്പർ ബോട്ടം, ഫ്ലാറ്റ് ബോട്ടം. ഹോപ്പർ ബോട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ കപ്പാസിറ്റി സൈലോസ്, അതായത് 50 ടൺ വരെ കപ്പാസിറ്റി ഉള്ള സൈലോസ് ആണ് എങ്കിൽ ഹോപ്പർ ബോട്ടം സൈലോസ് ആണ് നല്ലത്. ഹോപ്പർ ബോട്ടം എന്ന് പറയുന്നത് താഴ്വശം ഒരു ഫണലിൻ്റെ ആകൃതിയിൽ കൂർത്തിരിക്കുന്നതിനെയാണ് ഹോപ്പർ ബോട്ടം സൈലോസ് എന്ന് പറയുന്നത്. സൈലോസ് നിർമ്മിക്കുമ്പോൾ അവയ്ക്ക് ഒരു ലോഡിംഗ് അൺലോഡിംഗ് അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരിക്കണം, ടെമ്പറേച്ചർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം, ഫ്യൂമിഗേഷൻ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം, ഫീഡിൻ്റെ ലെവൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടായിരിക്കണം, അതിനകത്തും പുറത്തും ലാഡേഴ്സ് ഉണ്ടായിരിക്കണം, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം, ടെമ്പറേച്ചർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം, ഫ്യൂമിഗേഷൻ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം, ലെവൽ ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഫീഡ് ഉണ്ടായിരിക്കണം, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ലാഡേഴ്സ് ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം എയറേഷൻ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കണം. എയറേഷൻ നൽകുന്നത് കൊണ്ട് ഗ്രെയിൻസിൻ്റെ സ്റ്റോറേജ് ലൈഫ് കൂട്ടാവുന്നതാണ്. ഫ്ലാറ്റ് ബോട്ടം സൈലോസ് ഉപയോഗിക്കുന്നത് സൈലോസിൻ്റെ കപ്പാസിറ്റി വളരെ കൂടുതലാണ് എങ്കിൽ ആണ്. സാധാരണ ധാന്യങ്ങൾ നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയെടുക്കാറുണ്ട്. ഒരു ഗോഡൗണിൽ സൂക്ഷിക്കുന്ന ഫീഡ് ഇൻഗ്രീഡിയൻസ് നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടിയിട്ടിരുന്നാൽ ചൂടുണ്ടാവാനും കമ്പഷൻ നടക്കാനുമൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ ഗ്രെയിൻസിനെ ഒന്ന് കണ്ടീഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് എയറേഷൻ സൈലോസിൽ കൊടുക്കുന്നത്. കണ്ടീഷൻഡ് ഡ്രൈഡ് ഗ്രെയിൻ ആണ് എങ്കിൽ അതിൽ പൂപ്പലോ മറ്റു വളർച്ചയോ കുറവായിരിക്കും. പ്രാണികൾ ഉണ്ടാകുന്നത് കുറവായിരിക്കും, അതിലെ ഈർപ്പത്തിൻ്റെ അംശം കുറവായിരിക്കും, ചൂടിൻ്റെ അളവും കുറവായിരിക്കും. അപ്പോൾ എയറേഷൻ ഈസ് ഡൺ ടു കണ്ടീഷൻ ഡ്രൈ ഗ്രെയിൻസ്. And conditioned dried grain, there will be less mold or fungal growth, less insect activity, controlled moisture and heat levels. ഇത് സ്റ്റോറേജിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഷെൽഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ഗോഡൗണുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സ്ഥലലഭ്യത അനുസരിച്ചും നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റി അനുസരിച്ചും അവയ്ക്ക് ആവശ്യമായ ലെങ്തിലും വിഡ്ത്തിലും നിർമ്മിക്കാവുന്നതാണ്. എത്ര നിരകളായി നമ്മൾ ഫീഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ
അതിനനുസരിച്ച് അതിൻ്റെ ഹൈറ്റും ക്രമീകരിക്കാവുന്നതാണ്. ഭാരം കൂടിയ മെറ്റീരിയൽസ് ഒരു 8 റോസ് ആയിട്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഹൈ ഡെൻസിറ്റി റോ മെറ്റീരിയൽസിനെ സ്റ്റാക്ക് ചെയ്യുമ്പോൾ 8 റോസ് ആയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഭാരം കുറഞ്ഞ വസ്തുക്കളെ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ എളുപ്പമായിട്ടുള്ളവയെ കൂടുതൽ ഉയരങ്ങളിൽ വയ്ക്കാവുന്നതാണ്, അല്ലെങ്കിൽ കൂടുതൽ സ്റ്റാക്കുകളിൽ വയ്ക്കാവുന്നതാണ്. ഫിനിഷ്ഡ് പ്രോഡക്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫീഡ് തയ്യാറാക്കി കഴിഞ്ഞാൽ അത് 2-3 ദിവസത്തിനുള്ളിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരിക്കണം. ഇന്ത്യൻ സാഹചര്യത്തിൽ ഫീഡ് എപ്പോഴും പാക്ക് ചെയ്യുന്നത് ചണച്ചാക്കുകളിലായിരിക്കും. അത് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുന്നത് ഗോഡൗണുകളിലുമായിരിക്കും. അഡ്വാൻസ്ഡ് ഫീഡ് മില്ലുള്ള ഫാമുകളിൽ ഫീഡ് മില്ലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീഡ് ഹോപ്പർ ബോട്ടം സൈലോയിലോട്ട് മാറ്റുകയും അതിൽ നിന്ന് ബൾക്ക് കാരിയേഴ്സിൽ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റത്തിലോട്ട് മാറ്റുകയും ചെയ്യുകയാണ് പതിവ്. ആക്ടിവിറ്റി: ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ് ആൻഡ് പ്രിപ്പയർ എ ചാർട്ട് ഓൺ ലോക്കലി അവൈലബിൾ ഫീഡ് ഇൻഗ്രീഡിയൻസ്. നിങ്ങളുടെ ചുറ്റുപാടുകൾ നിരീക്ഷിക്കുകയും അവിടെ ലഭ്യമായ തദ്ദേശീയമായ തീറ്റ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുകയും ഒരു ചാർട്ട് തയ്യാറാക്കുകയും ചെയ്യുക. ക്വസ്റ്റ്യൻസ്: ഡിഫൈൻ ബാലൻസ്ഡ് റേഷൻ. സമീകൃത തീറ്റ എന്താണ് എന്ന് നിർവചിക്കുക. മെയ്സ് കണ്ടെയ്ൻസ് -% ഓഫ് ക്രൂഡ് പ്രോട്ടീൻ. മെയ്സിൽ %% ക്രൂഡ് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ദ പെർസെൻറ്റേജ് ഇൻക്ലൂഷൻ ഓഫ് മിനറൽ മിക്സ്ചർ ഇൻ ഫീഡ് ഈസ് ഡാഷ്. കോഴിത്തീറ്റയിൽ ഉൾപ്പെടുത്താവുന്ന മിനറൽ മിക്സ്ചറിൻ്റെ അളവ് ഡാഷ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ GIC സൈലോസ്? GIC സൈലോസ് എന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? റൈറ്റ് ഡൗൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് എയറേഷൻ ഇൻ സൈലോസ്. സൈലോസിൽ എയറേഷൻ നൽകുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് എഴുതുക.